നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് ഇന്നത്തെ എന്താണെന്ന് നോക്കാം. നമുക്ക് ടാരോ വഴി തന്നെ നോക്കാം കേട്ടോ. വ്യൂവേഴ്സിൻ്റെ മെസ്സേജസ് എടുക്കുന്നില്ല, എന്ന് ഒന്നിച്ച് വീണത് കാരണം എടുക്കുന്നില്ല കേട്ടോ. Messages from my viewers person, messages from my viewers person, messages from my viewers, messages from my viewers person. Lovers, good. Queen of Wands, Hanged Man, Two of Wands, Moon, Ten of Wands, Ace of Pentacles, Three of Wands, Ace of Cups. They want to say I love you. അതിലൊരു സംശയമില്ല കേട്ടോ. പലരും ലോങ് ഡിസ്റ്റൻസിലാണെന്ന്, എനിക്ക് പ്രബലമായിട്ട് ലോങ് ഡിസ്റ്റൻസിലാണെന്ന് കാണുന്നു. ജോലി സംബന്ധമായിട്ട് അവർ ദൂരെ എവിടെയോ ആണ്. കൂടെ അവരുടെ തേർഡ് പാർട്ടി ഉണ്ട് എന്നും കാണുന്നു കേട്ടോ. പലർക്കും തേർഡ് പാർട്ടി ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അവർ സിറ്റുവേഷൻസിൽ സ്റ്റക്കാണ്, ദൂരെയാണ്, നിങ്ങളെ ഓർത്തുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നു. ഒരുപാട് സ്നേഹത്തോടെ നിങ്ങൾ അവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്ന് തന്നെ അവർ ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിനെ പറ്റിയിട്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നും പറയുന്നു. ഓക്കെ, വല്ലാത്തൊരു മിസ്സിങ് എനർജിയാണ്. നിങ്ങളെ പ്രതി സ്നേഹം, റെസ്പെക്റ്റ്, അട്രാക്ഷൻ എല്ലാം തന്നെ അവർക്കുണ്ട് എന്നും അവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അവർ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലായിരുന്നെങ്കിൽ അവരുടെ ചിന്തകൾ മാറി വരുന്നതായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വന്ന് കാര്യങ്ങൾ സംസാരിച്ച് ക്ലിയർ ചെയ്യണം എന്ന് അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇനി വന്ന് കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ള രീതിയിൽ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഉടനെ തന്നെ എന്തെങ്കിലും ഒരു ആക്ഷൻ നിങ്ങൾക്കായി എടുക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻ്റെ കാര്യത്തിൽ വേണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നു എന്നും അവർ പറയുന്നുണ്ട്. ഇത്ര നാൾ ക്ഷമിച്ചിരുന്നു, എല്ലാ പ്രശ്നങ്ങളും തീരട്ടെ, എല്ലാം തെളിഞ്ഞു വരട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ ക്ഷമിച്ചിരിക്കുകയായിരുന്നു. ഇനി അതിൻ്റെ ആവശ്യമില്ല, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. കണ്ടോ, റീയൂണിയൻ ഞാൻ പറഞ്ഞില്ലേ, ഒരു റീയൂണിയന് വേണ്ടിയിട്ട് അവർ തയ്യാറെടുത്ത് കഴിഞ്ഞു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഓക്കെ, നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിലെത്തണം എന്നും അവർ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് സ്നേഹം തന്ന് സ്നേഹം കൈപ്പറ്റണം എന്നാണ് അവർ കരുതുന്നത്. ഓക്കെ, ഏസ് ഓഫ് വാൻസ് വെച്ച് നിങ്ങളുമായിട്ടൊരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ്, ഒരു പക്ഷേ അവർ അവരുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാതെ മനസ്സിലടക്കി പിടിച്ച് വെച്ചിരിക്കുകയായിരുന്നിരിക്കണം പല സിറ്റുവേഷൻസ് പെട്ട്, എസ്പെഷ്യലി തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ലോങ് ഡിസ്റ്റൻസ്, ജോലി സംബന്ധമായ കാര്യങ്ങൾ, കരിയറിൽ ന്യൂ ബിഗിനിങ് ആയിരിക്കും. അതൊക്കെ കാരണം ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നിരിക്കാം. അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ട് അവർ അവരുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാതെ വെച്ചിരിക്കുകയായിരുന്നെങ്കിൽ അവരിനി അത് എക്സ്പ്രസ് ചെയ്യാൻ റെഡിയാണ് എന്നാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ദേ റിയലി വോണ്ട് ടു സേ ഐ ലവ് യു കേട്ടോ.